Hello everyone. In today's lecture we are going to study about LZ77 encoding method. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിക്ഷണറി ടെക്നിക്സ് പഠിച്ചു. ഡിക്ഷണറി ടെക്നിക്ക് രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു, സ്റ്റാറ്റിക്കും ഡൈനാമിക്കും. ദെൻ ഡൈനാമിക് ഡിക്ഷണറി ടെക്നിക്സ് നമ്മൾക്ക് 3 കോഡിംഗ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റും. LZ77, LZ78, LZW. അതിൽ LZ77 കോഡിംഗ് മെത്തേഡാണ് നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. LZ77 വേറൊരു പേരിൽ അറിയപ്പെടും LZ1, വേറൊരു പേരിൽ അറിയപ്പെടും സ്ലൈഡിംഗ് വിൻഡോ. കാരണം ഇതിലൊരു വിൻഡോ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഓരോ ബിറ്റും സ്ലൈഡ് ചെയ്തായിട്ടാണ് നമ്മൾ കോഡ് ജനറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ സ്ലൈഡിംഗ് വിൻഡോ എന്നറിയപ്പെടുന്നത്. സോ ഞാൻ പറഞ്ഞു ഒരു വിൻഡോ ഉണ്ട്. സോ ഇതാണ് ആ വിൻഡോ എന്ന് പറയുന്നത്. ആ വിൻഡോനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, SB LAB. SB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർച്ച് ബഫറും LAB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലുക്ക് എ ഹെഡ് ബഫർ. അപ്പോൾ ഒരു വിൻഡോ എടുത്തിട്ടുണ്ടാവും, ആ വിൻഡോനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ലുക്ക് ഹെഡ് ബഫറും സെർച്ച് ബഫറും. ദെൻ ഇതിൻ്റെ കോഡിൻ്റെ ഫോർമാറ്റ്, ഏത് കോഡ് ഫോർമാറ്റ് എന്ന് പറയുന്നത് LZ77 കോഡ് ഫോർമാറ്റ് എന്ന് പറയുന്ന ഒരു ട്രിപ്ലറ്റ് ഫോർമാറ്റാണ്. ട്രിപ്ലറ്റ് ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇതാണ് ട്രിപ്ലറ്റ് ഫോർമാറ്റ്, OLC. ഇവിടെ ഒന്ന് ഡിനോട്ട് ചെയ്യുന്നത് ഓഫ്സെറ്റ്, L എന്ന് ഡിനോട്ട് ചെയ്യുന്നത് ലെങ്ത് ഓഫ് മാച്ച്, C എന്ന് ഡിനോട്ട് ചെയ്യുന്നത് കോഡ് വേർഡ്. ഓഫ്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്ററും ലുക്കറ്റ് ബഫറും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് പറയുന്നത് ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. ഓഫ്സെറ്റ് എന്ന് പറയുന്നത് പോയിന്ററും ലുക്ക് ഹെഡ് ബഫറും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. ലെങ്ത് ഓഫ് മാച്ച് എന്ന് പറയുന്നത് സെർച്ച് ചെയ്യുമ്പോൾ എത്ര വേർഡ് ലുക്ക് ഹെഡ് ബഫറുമായിട്ട് മാച്ച് ആവുന്നുണ്ട്, എത്ര ബിറ്റ് സെർച്ച് ബഫറിലെ ബിറ്റും ലുക്ക് ഹെഡ് ബഫറിലെ ബിറ്റും എത്ര നമ്പർ മാച്ച് ആവുന്നോ അതിനെയാണ് പറയുന്നത് ലെങ്ത് ഓഫ് മാച്ച് എന്ന് പറയുന്നത്. ദെൻ കോഡ് വേർഡ് എന്ന് പറയുന്നത് നമ്മൾ ഏത് കോഡാണോ സെർച്ച് ചെയ്യുന്നത് ആ വേർഡിനെയാണ് കോഡ് വേർഡ് എന്ന് പറയുന്നത്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ ഡിക്ഷണറി ടെക്നിക്സ് യൂസ് ചെയ്യുന്നത് എപ്പോഴും ഒരു ലോങ് ഫ്രേസ് അല്ലെങ്കിൽ ലോങ് സെൻറ്റൻസ് ഒക്കെ കോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിക്ഷണറി ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെയും നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഡൈനാമിക് ഡിക്ഷണറി ടെക്നിക്ക്, അതായത് LZ77 എന്ന് പറയുന്ന ഒരു ഡൈനാമിക് ടെക്നിക്കാണ്. ഈ ഡൈനാമിക് ടെക്നിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ലോങ് സെൻറ്റൻസിനെ അല്ലെങ്കിൽ ലോങ് ഫ്രേസിനെ എൻകോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. നമ്മൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് എങ്ങനെയാണ് ഈ LZ77 ഉപയോഗിച്ചിട്ട് കോഡ് ചെയ്യുന്നതെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഇതാണ് നമ്മൾക്ക് എൻകോഡ് ചെയ്യേണ്ട ഒരു ഡാറ്റ, അതായത് ഒരു ലോങ് ഫ്രേസാണ്. ഈ ഒരു ഡാറ്റനെയാണ് നമ്മൾക്ക് എന്ത് ചെയ്യേണ്ടത്, എൻകോഡ് ചെയ്യേണ്ടത്. സോ നമുക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് വിൻഡോന്റെ സൈസ് എന്ന് പറയുന്നത് വിൻഡോ സൈസ് 13 എന്നും ലുക്ക് അറ്റ് ബഫറിന്റെ സൈസ് എന്ന് പറയുന്നത് 6 ആണെന്നും നമ്മൾക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. സോ നമ്മൾക്ക് എന്ത് ചെയ്യണം, ഇതിനെ നമ്മൾക്ക് എന്ത് ചെയ്യണം, എൻകോഡ് ചെയ്യണം. ഓക്കെ. സോ നമ്മൾക്ക് ആ പ്രോബ്ലം ചെയ്യാനായിട്ട് നമ്മൾക്ക് വിൻഡോ സൈസ് 13 തന്നിട്ടുണ്ട്. സോ നമ്മൾ 13 കോളംസ് ഉള്ള ഒരു വിൻഡോ വരച്ചു. അതിൽ ലുക്ക് അറ്റ് ബഫർ, അപ്പോൾ ലുക്ക് അറ്റ് ബഫറിന്റെ സൈസ് എന്ന് പറയുന്നത് എത്രയാണ്, 6 എന്ന് തന്നിട്ടുണ്ട്. സോ അതിൽ 6 കോളം നമ്മൾ ലുക്ക് അറ്റ് ബഫറായിട്ട് മാർക്ക് ചെയ്തു. ദെൻ റിമൈനിങ് 7, അതായത് 13 ആണ് നമ്മുടെ വിൻഡോന്റെ സൈസ്. ലുക്ക് അറ്റ് ബഫർ 6 പോയി കഴിഞ്ഞാൽ 7 കോളംസ് നമ്മൾക്ക് എന്തായിട്ട് കിട്ടും, സെർച്ച് ബഫറായിട്ട് കിട്ടും. സോ ഇത് സെർച്ച് ബഫറും ഈ 6 ലുക്ക് അറ്റ് ബഫറായിട്ടും നമ്മൾ മാർക്ക് ചെയ്തു. ഇനി ഈ ലുക്ക് അറ്റ് ബഫറിന്റെ സൈസ് 6 തന്നിട്ടുണ്ട്. സോ ആദ്യത്തെ 6 ബിറ്റ്സ് ഓഫ് ഡാറ്റ നമ്മൾ ഈ 6 കോളത്തിലായിട്ട് എഴുതും, CABRAC. അതായത് ഈ 6 ഡാറ്റ നമ്മൾ ലുക്ക് അറ്റ് ബഫറിൽ എഴുതി. റിമൈനിങ് ഡാറ്റാസ് നമ്മൾ ഈ വിൻഡോ സൈസിനെ വെളിയിലായിട്ട് മാർക്ക് ചെയ്തു. ഇനി നമ്മൾക്ക് ഈ C എന്ന് പറയുന്ന ഡാറ്റ, ലുക്ക് അറ്റ് ബഫറിലുള്ള ഈ C എന്ന് പറയുന്ന ഫസ്റ്റ് ബിറ്റ് നമുക്ക് ഈ സെർച്ച് ബഫറിൽ നമ്മൾക്ക് എന്ത് ചെയ്യണം, സെർച്ച് ചെയ്യണം. പക്ഷെ ഇവിടെ സെർച്ച് ബഫർ ബ്ലാങ്ക് ആണ്. അതുകൊണ്ട് C എന്ന് പറയുന്ന ഡാറ്റ ഇതിൽ ഒരു ഡാറ്റ ആയിട്ട്
മാച്ച് ആവത്തില്ല, കാരണം സെർച്ച് ബഫർ ബ്ലാങ്ക് ആണ്. സോ ഓഫ്സെറ്റ് വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0 ആയിരിക്കും. ദെൻ മാച്ച് ഒന്നുമില്ലാത്ത കാരണം ലെങ്ത് ഓഫ് മാച്ച് എന്ന് പറയുന്നതും 0 ആയിരിക്കും. സോ കോഡ് വേർഡ് എന്ന് പറയുന്നത് എന്താണ്? സി ആണ് നമ്മൾ സെർച്ച് ചെയ്തത്. സോ കോഡ് വേർഡ് എന്ന് പറയുന്നത് സി ആയിരിക്കും അതിന്റെ കോഡ് വേർഡ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു LZ77 എന്ന് പറയുന്നത് ഒരു ട്രിപ്ലറ്റ് ഫോർമാറ്റ് ആണ്. ട്രിപ്ലറ്റ് ഫോർമാറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ്സെറ്റ്, ദെൻ ലെങ്ത്, ദെൻ കോഡ് വേർഡ്. സോ ഈ ഇത് മൂന്നും കംപ്ലീറ്റ് ആയാൽ മാത്രമേ ഈ LZ77 എന്ന് പറയുന്ന ട്രിപ്പിൾ ഫോർമാറ്റ് നമുക്ക് പൂർണ്ണമാവുള്ളൂ. സോ ഈ സീഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫസ്റ്റ് നമ്മൾ എൻകോഡ് ചെയ്തു. ഈ സിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡ് വേർഡ് എന്ന് പറയുന്നത് എന്ത് വന്നു? ഓഫ്സെറ്റ് വാല്യൂ 0 ആണ്. ലെങ്ത് ഓഫ് കോഡ് എന്ന് പറയുന്നത് 0 ആണ്. ദെൻ കോഡ് വേർഡ് എന്ന് പറയുന്നത് C ആണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ സെർച്ച് ചെയ്ത ഡാറ്റ, ലുക്കറ്റ് ബഫറിൽ കിടക്കുന്ന സെർച്ച് ചെയ്ത ഡാറ്റനെ എങ്ങോട്ട് സ്ലൈഡ് ചെയ്യും? സെർച്ച് ബഫറിലോട്ട് സ്ലൈഡ് ചെയ്യണം. അതുകൊണ്ടാണ് ഇതിനെ സ്ലൈഡിങ് വിൻഡോ എന്ന് പറയുന്നത്. സോ നമ്മൾ ഇവിടെ ലുക്കറ്റ് ബഫറിലായിരുന്നു ഈ സി കടന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ആ സി എന്ന് പറയുന്ന ഡാറ്റ എവിടെ വന്നു? സെർച്ച് ബഫറിൽ വന്നു. സെർച്ച് ബഫറിലോട്ട് സ്ലൈഡ് ചെയ്തു. അപ്പോൾ ഈ എല്ലാ ഡേറ്റയും വീണ്ടും എന്ത് ചെയ്യും? സ്ലൈഡ് ചെയ്ത് വരും. അപ്പോൾ ലുക്കറ്റ് ബഫറിന്റെ ഫസ്റ്റ് ഡാറ്റ എ ആയിട്ട് വരും. ദെൻ ബി, ആർ, എ, സി. പുറത്ത് കിടക്കുന്ന ഈ എ ഈ നമ്മുടെ വിൻഡോക്ക് ഉള്ളിലോട്ട് കയറും. സോ നമ്മൾ ഈ കംപ്ലീറ്റ് ഡാറ്റയും എന്ത് ചെയ്യും? ഈ സെർച്ച് ഓരോ ഇത് വെച്ചിട്ട് സ്ലൈഡ് ചെയ്ത് വരും. അതുകൊണ്ടാണ് ഇതിന് സ്ലൈഡിങ് വിൻഡോ എന്ന് പറയാൻ കാരണം. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾക്ക് എന്ത് വന്നു? സെർച്ച് ബഫറിൽ സി എന്ന് പറയുന്ന ഡാറ്റ വന്നു. റിമൈനിങ് ഡാറ്റാസ് എല്ലാം ബാക്കി 6 ഡാറ്റാസ് ലുക്കറ്റ് ബഫറിലും റിമൈനിങ് വിൻഡോന്റെ ഔട്ട് സൈഡിലായിരിക്കും നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ദെൻ അടുത്ത സെർച്ച് ചെയ്യേണ്ട ഡാറ്റ എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന ഡാറ്റയാണ്. ഈ സെർച്ച് ബഫറിൽ എ എന്ന് പറയുന്ന ഡാറ്റ എന്ന് പറയുന്നത് ആബ്സെന്റ് ആണ്. സോ നമ്മൾക്ക് ഓഫ്സെറ്റ് എന്ന് പറയുന്നത് എത്ര വരും? 0 വരും. സോ എ മാച്ച് ചെയ്യാത്ത കാരണം ലെങ്ത് ഓഫ് മാച്ച് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0 ആയിരിക്കും. ദെൻ കോഡ് വേർഡ് എന്ന് പറയുന്നത് C ഓഫ് ഏതിനാണ് നമ്മൾ സെർച്ച് ചെയ്തത്? എനാണ് സെർച്ച് ചെയ്തത്. ദെൻ കോഡ് വേർഡ് C ഓഫ് എ എന്ന് വരും. സോ ഇതിന്റെ ട്രിപ്ലറ്റ് ഫോർമാറ്റ് എന്ന് പറയുന്നത് 0 0 C ഓഫ് എ. ദെൻ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ സെർച്ച് ചെയ്ത എനെ എങ്ങോട്ട് സ്ലൈഡ് ചെയ്തു? സെർച്ച് ബഫറിലോട്ട് സ്ലൈഡ് ചെയ്തു. അതിനനുസരിച്ച് ഈ റിമൈനിങ് ഡാറ്റാസ് എല്ലാം ഈ വശത്തോട്ട് എന്ത് ചെയ്യും? സ്ലൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ സെർച്ച് ബഫറിൽ ഇപ്പോൾ നമ്മൾക്ക് കിട്ടിയ ഡാറ്റ എന്തൊക്കെ ഉണ്ടാവും? സിയും എയും. ദെൻ ലുക്കറ്റ് ബഫറിൽ ആദ്യം കിടക്കുന്ന ബിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ബി ആണ്. ദെൻ റിമൈനിങ് ബിറ്റ്സ് ഉണ്ട്. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ബി എന്ന് പറയുന്ന ഈ ഡാറ്റനെ ഈ സെർച്ച് ബഫറിൽ സെർച്ച് ചെയ്യും. സോ സെർച്ച് ബഫറിൽ ബി എന്ന് പറയുന്ന ഡാറ്റ ആബ്സെന്റ് ആണ്. സോ ഇതിന്റെ ഓഫ്സെറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ബി മാച്ച് ചെയ്യാത്ത കാരണം തന്നെ ലെങ്ത് ഓഫ് മാച്ച് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ദെൻ കോഡ് വേർഡ് എന്ന് പറയുന്നത് C ഓഫ് ബി, കാരണം ബി എന്ന് പറയുന്ന വേർഡിനെ നമ്മൾ സെർച്ച് ചെയ്തത്. സോ കോഡ് വേർഡ് എന്ന് പറയുന്നത് C ഓഫ് ബി. സോ അടുത്ത കോഡ് വേർഡ് എന്ന് പറയുന്നത് ട്രിപ്ലറ്റ് ഫോർമാറ്റ് എന്ന് പറയുന്നത് 0 0 C ഓഫ് ബി. അപ്പോൾ നമ്മൾക്ക് 3 എണ്ണം കിട്ടി. ഫസ്റ്റ് നമ്മൾ ചെയ്തപ്പോൾ 0 0 C, അടുത്ത് ചെയ്തപ്പോൾ 0 0 C A, ദെൻ അടുത്ത് ചെയ്തപ്പോൾ 0 0 C B നമ്മൾക്ക് കിട്ടി. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ സെർച്ച് ചെയ്ത ബി എങ്ങോട്ട് വരും? സെർച്ച് ബഫറിലോട്ട് സ്ലൈഡ് ചെയ്യും. അതിനനുസരിച്ചിട്ട് ഓരോ വേർഡും ഈ വിൻഡോന്റെ ഇൻസൈഡിലോട്ട് മൂവ് ചെയ്യും. റിമൈനിങ് ഡാറ്റാസ് മാത്രമായിരിക്കും വിൻഡോന്റെ ഔട്ട് സൈഡിൽ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഡാറ്റയാണ് സെർച്ച് ബഫറിലോട്ട് മൂവ് ചെയ്തത്. സോ ഇവിടെയൊക്കെ കിടന്ന എ എന്ന് പറയുന്ന ഒരു ഡാറ്റ ഈ വിൻഡോന്റെ ഉള്ളിലോട്ട് എന്ത് ചെയ്തു? മൂവ് ചെയ്തു. ദെൻ അടുത്ത നമുക്ക് സെർച്ച് ചെയ്യേണ്ട വേർഡ് എന്ന് പറയുന്നത് 6 ആണ്. ഈ 6 ഈ സെർച്ച് ബഫറിൽ എന്ത് ചെയ്യും? സെർച്ച് ചെയ്യും. ഇത് ലുക്കറ്റ് ബഫർ. ദെൻ നമ്മൾ എന്ത് ചെയ്യും? സെർച്ച് ബഫറിലോട്ട് സെർച്ച് ചെയ്യും. സോ 6 എന്ന് പറയുന്ന ഡാറ്റയും ഈ സെർച്ച് ബഫറിൽ ആബ്സെന്റ് ആണ്. സോ അതിന്റെ ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത് എത്ര വരും? 0 വരും. 6 മാച്ച് ചെയ്യാത്തതുകൊണ്ട് തന്നെ ലെങ്ത് ഓഫ് മാച്ച് എന്ന് പറയുന്നത് 0 വരും. ദെൻ കോഡ് വേർഡ് എന്ന് പറയുന്നത് നമ്മൾ സെർച്ച് ചെയ്ത വേർഡ് 6 ആയതുകൊണ്ട് C ഓഫ് 6 ആയിരിക്കും കോഡ് വേർഡ് എന്ന് പറയുന്നത്. സോ അതിന്റെ ട്രിപ്ലറ്റ് ഫോർമാറ്റ് എന്ന് പറയുന്നത്
0 0 C of R. അടുത്ത സ്റ്റെപ്പ് വന്നപ്പോൾ നമ്മൾ സെർച്ച് ചെയ്ത R സെർച്ച് ബഫറിലോട്ട് മൂവ് ചെയ്തു. ദെൻ റിമൈനിങ് പുറത്ത് കടന്ന് അതനുസരിച്ചിട്ട് ഓരോ വേർഡും ഈ വിൻഡോസിലോട്ട് മൂവ് ചെയ്തു. നമ്മൾക്ക് ഇനി അടുത്തത് സെർച്ച് ചെയ്യാനായിട്ടുള്ള ലെറ്റർ എന്ന് പറയുന്നത് എ ആണ്. സോ ഈ എ എന്ന് പറയുന്ന ബിറ്റ് ഈ സെർച്ച് ബഫറിൽ എന്ത് ചെയ്യും? സെർച്ച് ചെയ്യും. സോ ഫസ്റ്റ് ഇതിൽ സെർച്ച് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടിയില്ല. ദെൻ നെക്സ്റ്റ് വിൻഡോയിൽ സെർച്ച് ചെയ്തു. ദെൻ അടുത്ത വിൻഡോയിൽ സെർച്ച് ചെയ്തു. ഇതിൽ വന്നപ്പോൾ എ എന്ത് ചെയ്തു? മാച്ച് ചെയ്തു. സോ ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ പോയിന്ററും, അതായത് ഇപ്പോൾ സെർച്ച് ചെയ്ത് നിൽക്കുന്ന എവിടെയാണ്? ഈ ഒരു പോയിന്റിലാണ്. ഈ പോയിന്ററും ലുക്കറ്റ് ബഫറും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് എന്തെന്ന് പറയുന്നത്? ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. സോ ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഓഫ്സെറ്റ് എന്ന് പറയുന്നത് എത്ര കിട്ടി? 3 കിട്ടി. ഇനി നെക്സ്റ്റ് വാല്യൂ നോക്കും. എക്ക് കിടക്കുന്ന നെക്സ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് സി ആണ്. ഇവിടെ ഈ സെർച്ച് ബഫറിൽ നെക്സ്റ്റ് വാല്യൂ സെർച്ച് ചെയ്യും. പക്ഷെ നെക്സ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ ബി ആണ്. സോ ഈ എ സി എന്ന് പറയുന്ന വാല്യൂ എ ബി എന്ന് പറയുന്ന വാല്യൂ നമ്മളിൽ മാച്ച് ആകത്തില്ല. സോ ഇവിടെ മാച്ച് ആകുന്നത് ഏത് വാല്യൂ മാത്രമാണ്? എ എന്ന് പറയുന്ന വാല്യൂ മാത്രമാണ്. സോ ലെങ്ത് ഓഫ് മാച്ച് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇവിടെ 1 മാത്രമായിരിക്കും. കാരണം നെക്സ്റ്റ് വേർഡ് നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ സി എന്ന് പറയുന്ന വേർഡ് സെർച്ച് ചെയ്തപ്പോൾ നെക്സ്റ്റ് വേർഡ് ഇവിടെ ബി ആണ്. സോ ഇവിടെ മാച്ച് ആകുന്ന ലെറ്റർ എന്ന് പറയുന്നത് ഏത് മാത്രമാണ്? എ എന്ന് പറയുന്ന ലെറ്റർ മാത്രമാണ് മാച്ച് ആവുന്നത്. സോ ലെങ്ത് ഓഫ് കോഡ് എന്ന് പറയുന്നത്, ലെങ്ത് ഓഫ് മാച്ച് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 ആയിരിക്കും. ദെൻ കോഡ് വേർഡ്. ഇവിടെ കോഡ് വേർഡ് യൂസ് ചെയ്യുമ്പോൾ ഇവിടെ എ എന്ന് പറയുന്ന കോഡ് ഓൾറെഡി ഇവിടെ നമ്മൾ മാച്ചായി. ദെൻ അടുത്ത് നമ്മൾ സെർച്ച് ചെയ്ത് ഏതാണ്? സി എന്ന് പറയുന്ന വേർഡായിരുന്നു. സോ സി എന്ന് പറഞ്ഞ വേർഡ് സെർച്ച് ചെയ്തപ്പോൾ നമ്മൾക്ക് ഇവിടെ മാച്ച് ആയില്ല. സോ മാച്ച് ആവാത്ത വേർഡ് ഏതാണോ അതാണ് കോഡ് വേർഡായിട്ട് എഴുതുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓഫ്സെറ്റ് എന്ന് പറയുന്നത് 3, ദെൻ ലെങ്ത് ഓഫ് മാച്ച് എന്ന് പറയുന്നത് 1, ദെൻ കോഡ് എന്ന് പറയുന്നത് സി ഓഫ് സി. നമ്മളിവിടെ ഇപ്പോൾ 2 ഡേറ്റ സെർച്ച് ചെയ്തു. ഒന്ന് എ സെർച്ച് ചെയ്തു, എ മാച്ച് ചെയ്തു. ദെൻ സി സെർച്ച് ചെയ്തു, സി മാച്ച് ചെയ്തില്ല. അതുകൊണ്ട് അവിടെ കോഡ് വേർഡ് സി എന്ന് എഴുതി. സോ 2 ബിറ്റ് എയും സിയും നമ്മൾ എന്ത് ചെയ്തു? സെർച്ച് ചെയ്തായിരുന്നു. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ എയും സിയും എങ്ങോട്ട് മൂവ് ചെയ്യും? സെർച്ച് ബഫറിലോട്ട് മൂവ് ചെയ്യും. സോ ഇവിടെ CABR എന്നുണ്ടായിരുന്നുള്ളൂ. സോ എയും സിയും സെർച്ച് ബഫറിലോട്ട് മൂവ് ചെയ്യും. സോ പുറത്ത് കിടക്കുന്ന 2 ഡേറ്റ, ഇവിടെ പുറത്ത് കിടന്ന 2 ഡേറ്റ ഈ വിൻഡോൻ്റെ ഉള്ളിലോട്ട് എൻ്റർ ചെയ്യും. കാരണം 2 ഡേറ്റ ഈ ലുക്കറ്റ് ബഫറിൽ നിന്ന് 2 ഡേറ്റ സെർച്ച് ബഫറിലോട്ട് മൂവ് ചെയ്തപ്പോൾ ഔട്ട്സൈഡ് വിൻഡോയിൽ കിടന്നിരുന്ന 2 ഡേറ്റ ലുക്കറ്റ് ബഫറിലോട്ട് മൂവ് ചെയ്യും. ഇനി അടുത്തത് നമ്മൾക്ക് സെർച്ച് ചെയ്യേണ്ടത് ഈ എ എന്ന് പറയുന്ന ബിറ്റാണ്. സോ ഈ എ എന്ന് പറയുന്ന ബിറ്റ് സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ മാച്ച് ചെയ്യും. ദെൻ വീണ്ടും സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ മാച്ച് ചെയ്യും. അപ്പോൾ 2 സ്ഥലത്ത് എ എന്ന് പറയുന്ന ബിറ്റ് മാച്ച് ആവുന്നുണ്ട്. ദെൻ അപ്പോൾ എ എന്ന് പറയുന്ന ഡാറ്റ എന്ത് ചെയ്തു? മാച്ച് ചെയ്തു. സോ നെക്സ്റ്റ് ഡാറ്റ എടുക്കും. ഡി എന്ന് പറയുന്നത് ചെക്ക് ചെയ്യും. എ ഡി എന്ന് പറയുന്ന ഡാറ്റ മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കും. എ ഡി എന്ന് പറയുന്ന ഡാറ്റ ഇവിടെ മാച്ച് ആവുന്നില്ല. എ ഡി എന്ന് പറയുന്ന ഡാറ്റ ഇവിടെയും മാച്ച് ആവുന്നില്ല. സോ ഓഫ്സെറ്റ് വോൾട്ടേജ് ഓഫ്സെറ്റ് എടുക്കുന്നത് ഈ ലുക്കറ്റ് ബഫറിന് നിയറസ്റ്റ് ആയിട്ട് കിടക്കുന്ന പോയിന്റിനെയാണ് നമ്മൾ ഓഫ്സെറ്റ് ആയിട്ട് മാർക്ക് ചെയ്യുന്നത്. സോ നമ്മൾ പോയിന്ററായിട്ട് മാർക്ക് ചെയ്യുന്നത് ഇവിടെയാണ് പോയിന്റർ മാർക്ക് ചെയ്യുന്നത്. സോ ഓഫ്സെറ്റ് എന്ന് പറയുന്നത് ഈ പോയിന്ററും ഈ ലുക്കറ്റ് ബഫറും തമ്മിലുള്ള ഡിസ്റ്റൻസ്. സോ ഇത് 1, ദെൻ 2. സോ ഓഫ്സെറ്റ് എന്ന് പറയുന്നത് എത്ര വന്നു? 2 വന്നു. ദെൻ എത്ര ലെങ്ത് ഉണ്ടോ? ഇവിടെ എ എന്ന് പറയുന്ന വേർഡ് മാത്രം, ഈ ലുക്കറ്റ് ബഫറിലുള്ള എ എന്ന് പറയുന്ന വേർഡ് മാത്രമേ ഈ സെർച്ച് ബഫറിൽ മാച്ച് ആയിട്ടുള്ളൂ. സോ ഓൺലി 1 സിംഗിൾ വേർഡ് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? മാച്ച് ആയിട്ടുള്ളൂ. സോ ലെങ്ത് എന്ന് പറയുന്നത് എത്ര വരും? 1 വരും. ദെൻ നമ്മൾ സെർച്ച് ചെയ്തത് ലാസ്റ്റ് സെർച്ച് ചെയ്തത് ഏത് വേർഡായിരുന്നു? ഡി ആയിരുന്നു ലാസ്റ്റ് സെർച്ച് ചെയ്ത വേർഡ് എന്ന് പറയുന്നത്. സോ ദ കോഡ് വേർഡ് എന്ന് പറയുന്നത് സി ഓഫ് ഡി. സോ ഇതിൻ്റെ ട്രിപ്ലറ്റ് കോഡ് എന്ന് പറയുന്നത് 2, 1 സി ഓഫ് ഡി എന്ന് വരും.
സോ ഇവിടെയും നമ്മൾ രണ്ട് ഡാറ്റയാണ് സെർച്ച് ചെയ്തത്. എ സെർച്ച് ചെയ്ത് എ മാച്ച് ചെയ്തു, ദെൻ ഡി സെർച്ച് ചെയ്തു, ഡി മാച്ച് ചെയ്തില്ല. സോ ഈ രണ്ട് ഡാറ്റ ഡി ഓൾറെഡി നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞു, സെർച്ച് ചെയ്ത് കഴിഞ്ഞു. സോ ഈ ലുക്ക് അറ്റ് ബഫറിലുള്ള എ ഡി എന്ന് പറയുന്ന രണ്ട് ഡാറ്റ എങ്ങോട്ട്, സെർച്ച് ബഫറിലോട്ട് മൂവ് ചെയ്യണം. ഈ രണ്ട് ഡാറ്റ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു കോളം മാത്രമേ വേക്കൻ്റ് ആയിട്ടുള്ളൂ. സോ ഈ സി എന്ന് പറയുന്ന വാല്യൂ ഈ വിൻഡോന്റെ ഔട്ട് സൈഡ് വരും. സോ ബാക്കിയുള്ളത് സെർച്ച് ബഫറിൽ വരും. ഇവിടെ ഉള്ള രണ്ട് ഡാറ്റ ഇതിനെ വിൻഡോന്റെ ഉള്ളിലോട്ട് എൻട്രി ചെയ്യും. ഇനി നമുക്ക് നെക്സ്റ്റ് ചെക്ക് ചെയ്യാനുള്ള ഡാറ്റ എന്ന് പറയുന്നത് ഈ എ എന്ന് പറയുന്ന ബിറ്റ്. ഈ എന്ന് പറയുന്ന ബിറ്റ് വീണ്ടും എന്ത് ചെയ്യുക, ഇതിൽ സെർച്ച് ചെയ്യുക. ഫസ്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ ഈ പോയിന്റിൽ വെച്ചിട്ട് മാച്ച് ആവും. വീണ്ടും എ എന്ന് പറയുന്ന ബിറ്റ് ഉണ്ടാകുന്ന നോക്കും, ഇവിടെ വെച്ചിട്ട് മാച്ച് ആവും. ദെൻ നെക്സ്റ്റ് ഡാറ്റ നോക്കും, ബി എന്ന് പറയുന്ന ഡാറ്റ. ഈ എ ബി എന്ന് പറയുന്ന ഡാറ്റ മാച്ച് ആവുന്ന സ്ഥലം ഉണ്ടാകുന്ന നോക്കും. ഇവിടെ എ ബി എന്ന് പറയുന്ന ഡാറ്റ മാച്ച് ആവുന്നില്ല, ഇവിടെയും എ ബി എന്ന് പറയുന്ന ഡാറ്റ മാച്ച് ആവുന്നില്ല. പക്ഷേ ഈ ഒരു പോയിന്റർ വരുമ്പോൾ എ ബി എന്ന് പറയുന്ന ഡാറ്റ മാച്ച് ആവുന്നുണ്ട്. സോ എ ബി എന്ന് പറയുന്ന ഡാറ്റ മാച്ചായി. ദെൻ അപ്പോൾ ഈ രണ്ടെണ്ണം മാച്ചായി. ദെൻ അടുത്ത ലെറ്റർ കൺസിഡർ ചെയ്യും, അടുത്ത ബിറ്റ് കൺസിഡർ ചെയ്യും. അടുത്ത ബിറ്റ് എന്ന് പറയുന്നത് 6 ആണ്. 6 മാച്ച് ചെയ്യുന്നുണ്ടെന്ന് നോക്കും. സോ ഇവിടെ എ ബി മാച്ച് ചെയ്തു, ഇവിടെ 6 മാച്ച് ചെയ്തു. സോ വീണ്ടും എന്ത് ചെയ്യും, അടുത്ത ബിറ്റ് കൺസിഡർ ചെയ്യും, എ എന്ന് പറയുന്ന ബിറ്റ്. ഇവിടെ എ മാച്ച് ചെയ്തു, ബി മാച്ച് ചെയ്തു, 6 മാച്ച് ചെയ്തു. ദെൻ വീണ്ടും എ എന്ന് പറയുന്ന ബിറ്റ് മാച്ച് ചെയ്തു. സോ ഇവിടെ 4 ബിറ്റ് ഈ സെർച്ച് ബഫറായിട്ട് മാച്ച് ചെയ്തു. സോ നമ്മൾ ഏത് പോയിന്ററായിട്ട് എടുക്കുന്നത്, സോ പോയിന്ററായിട്ട് എടുക്കുന്നത് ഇത്രയും 4 ബിറ്റ് ഇവിടെ ഉള്ള 4 ബിറ്റായിട്ട് മാച്ച് ചെയ്തു. സോ നമ്മൾ പോയിന്റർ എടുക്കുന്നത് ഇതായിരിക്കും നമ്മൾ പോയിന്ററായിട്ട് മാർക്ക് ചെയ്യുന്നത്. സോ പോയിന്റർ എന്ന് പറയുന്നത് ഇവിടെ മാർക്ക് ചെയ്യും. സോ അതിൻ്റെ ഓഫ്സെറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 1 2 3 4 5 6 7. കാരണം ഈ ലുക്ക് അറ്റ് ബഫറും പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. സോ ഈ എ ഓഫ്സെറ്റ് ആയിട്ട് എടുക്കാൻ കാരണം ഈ എ പോയിന്ററായിട്ട് എടുക്കുമ്പോൾ മാത്രമാണ് 4 ഈ ലുക്ക് അറ്റ് ബഫറിലുള്ള 4 ബിറ്റായിട്ട് സെർച്ച് ബഫർ മാച്ച് ചെയ്യുന്നത്. സോ എയുടെ മാച്ചിങ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓഫ്സെറ്റ് എന്ന് പറയുന്നത് 7 വരും. ഇനി എത്ര ബിറ്റ് ഓഫ് ഡാറ്റ മാച്ച് ചെയ്തിട്ടുണ്ട്, എത്ര ബിറ്റ് ഓഫ് ഡാറ്റ മാച്ച് ചെയ്തിട്ടുണ്ട്, എ ബി ആർ എ. ഇവിടെ എ ബി ആർ എ ഈ 4 ഡാറ്റ മാച്ച് ചെയ്തിട്ടുണ്ട്. സോ ലെങ്ത് ഓഫ് മാച്ച് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 4 ആയിരിക്കും. ദെൻ അടുത്തതും കൂടി നമ്മൾ എന്ത് ചെയ്യും, ഈ 6 എന്ന് പറയുന്ന ഡാറ്റ സെർച്ച് ചെയ്യും. പക്ഷേ ഇവിടെ സി ആണ് കിടക്കുന്നത്. സോ ഇവിടെ 4 എണ്ണം മാത്രമാണ് മാച്ച് ചെയ്താക്കുന്നത്. ഈ 6 സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ 5ാമത്തെ ലെറ്റർ മാച്ച് ആയില്ല. സോ നമ്മൾ ഏത് സെർച്ച് ചെയ്തപ്പോഴാണ് മിസ് മാച്ച് വന്നത്, ഈ നെക്സ്റ്റ് 6 എന്ന് പറയുന്ന വേർഡ് സെർച്ച് ചെയ്തപ്പോഴാണ് മിസ് മാച്ച് വന്നത്. സോ കോഡ് വേർഡ് എന്ന് പറയുന്നത് C(R) വരും. സോ ഇതിൻ്റെ ട്രിപ്ലറ്റ് ഫോർമാറ്റ് എന്ന് പറയുന്നത് 7 വരാൻ കാരണം പോയിന്റ് ഇവിടെയാണ്. പോയിന്ററും ലുക്ക് അറ്റ് ബഫറും തമ്മിലുള്ള ഡിസ്റ്റൻസിനാണ് ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. ദെൻ ലെങ്ത് ഓഫ് മാച്ച് എന്ന് പറയുന്നത് 4 ആണ്. കാരണം ലുക്ക് അറ്റ് ബഫറിലുള്ള 4 ബിറ്റും സെർച്ച് ബഫറിലുള്ള 4 ബിറ്റും തമ്മിൽ മാച്ചായി. അതുകൊണ്ട് ലെങ്ത് ഓഫ് മാച്ച് എന്ന് പറയുന്നത് 4 ആണ്. ദെൻ കോഡ് എന്ന് പറയുന്നത് നെക്സ്റ്റ് നമ്മൾ സെർച്ച് ചെയ്ത് മിസ് മാച്ച് വന്നത് 6 എന്ന് പറയുന്ന ഡാറ്റ നമ്മൾ സെർച്ച് ചെയ്തപ്പോഴാണ് മിസ് മാച്ച് വന്നത്. സോ കോഡ് വേർഡ് എന്ന് പറയുന്നത് C(R). സോ നമ്മൾ ഈ സ്റ്റെപ്പിൽ 4 എണ്ണം മാച്ചായി. ദെൻ 5ാമത്തെ സെർച്ച് ചെയ്തു. സോ നമ്മൾക്ക് എത്ര ഡാറ്റ സെർച്ച് ബഫറിലോട്ട് മൂവ് ചെയ്യണം, ഈ 5 ബിറ്റ് നമ്മൾ എന്ത് ചെയ്യണം, സെർച്ച് ബഫറിലോട്ട് മൂവ് ചെയ്യണം. കാരണം 4 മാച്ചായി, 6ാമത്തെ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മിസ് മാച്ച് വന്നത്. സോ നമ്മൾ 5 ബിറ്റ് നമ്മൾ എന്ത് ചെയ്തു, സെർച്ച് ചെയ്തു. സോ 5 ബിറ്റ് എന്ത് ചെയ്യണം, ഈ സെർച്ച് ബഫറിലോട്ട് മൂവ് ചെയ്യണം. സോ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഉള്ള 5 ബിറ്റ് ഈ വിൻഡോൻ്റെ സൈസിൻ്റെ ഔട്ട് സൈഡ് വരും. ഈ ഇവിടെ ഉള്ള ലുക്ക് അറ്റ് ബഫറിലുള്ള 5 ബിറ്റ് എങ്ങോട്ട് മൂവ് ചെയ്യും, സെർച്ച് ബഫറിലോട്ട് മൂവ് ചെയ്യും. റിമൈനിങ് കിടക്കുന്ന 5 ബിറ്റ് ഓഫ് ഡാറ്റ ലുക്ക് അറ്റ് ബഫറിലോട്ട് മൂവ് ചെയ്യും. ദെൻ നമ്മൾക്ക് ഇതുപോലെ നമ്മുടെ വിൻഡോ കിട്ടി. കുറേ വേർഡ് വിൻഡോൻ്റെ ഔട്ട് സൈഡും വന്നു. ലാസ്റ്റ് വേർഡ് എവിടെ കയറി ലുക്ക് അറ്റ് ബഫറിൽ എൻട്രി ആയി. ഓക്കെ, ഇനി
നമുക്ക് സെർച്ച് ചെയ്യേണ്ടത് ഈ ആർ എന്ന് പറയുന്ന വേർഡാണ്. സോ ആർ എന്ന് പറയുന്ന വേർഡ് ഇവിടെ സെർച്ച് ചെയ്തു, ഈ പോയിന്റ് ഇത് മാച്ച് ചെയ്തു. ദെൻ നെക്സ്റ്റ് വേർഡ് ആർ എന്ന് പറയുന്ന വേർഡ് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ പോയിൻ്റർ ഇവിടെ വരും. ഇവിടെ വരുമ്പോൾ ഈ ആറ് ഈ എ ഇത് തമ്മിൽ മാച്ച് ചെയ്തു. ദെൻ നെക്സ്റ്റ് വേർഡ് സെർച്ച് ചെയ്തു, ആർ എ ആർ, ഇതും മാച്ച് ചെയ്തു. പിന്നെ അടുത്ത വേർഡ് നോക്കുമ്പോൾ ആറാണ്. ഇതൊരു സ്പെഷ്യൽ കേസാണ്. സ്പെഷ്യൽ കേസ് എന്ന് പറയാൻ കാരണം ഇവിടെ 3 മാച്ച് ചെയ്തു, ഇവിടെ 3 മാച്ച് ചെയ്തു. നെക്സ്റ്റ് ആർ എന്ന് പറയുന്നത് എവിടെ കിടപ്പുണ്ട്, ലുക്ക് അറ്റ് ബഫറിൻ്റെ ഫസ്റ്റ് ബിറ്റായിട്ട് കിടപ്പുണ്ട്. സോ ഇത് അടുത്ത സ്റ്റെപ്പിൽ ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉള്ളതാണ്. സോ എന്ത് ചെയ്യും, ആർ എ ആർ നെക്സ്റ്റ് ബിറ്റും കൂടി മാച്ച് ചെയ്യും. വീണ്ടും അടുത്ത നോക്കുമ്പോൾ എ, അതും നോക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഇവിടെ മാച്ച് ചെയ്യും. സോ നമ്മൾക്ക് ഇതിൻ്റെ ഓഫ്സെറ്റ് എഴുതാൻ വേണ്ടി എങ്ങനെയാണ്, ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ ഈ പോയിൻ്ററും ലുക്ക് അറ്റ് ബഫറും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഈ പോയിൻ്റർ എവിടെയാണ്, ഇവിടെയാണ് നിൽക്കുന്നത്. സോ ലുക്ക് അറ്റ് ബഫർ 1 2 3, ഓഫ്സെറ്റ് എത്ര കിട്ടി, 3 കിട്ടി. ദെൻ ലെങ്ത് ഓഫ് മാച്ച് എത്ര എണ്ണമാണ് ലെങ്ത് ഓഫ് മാച്ച്, ആർ എ ആർ ആർ എ, അതായത് ആർ എ ആർ ആർ എ, ഇത്രയും ബിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, മാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും സെർച്ച് ബഫറിലും ഈ 2 ലുക്ക് അറ്റ് ബഫറിലുള്ള ഫസ്റ്റ് 2 ബിറ്റും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, മാച്ച് ചെയ്യുന്നുണ്ട്. സോ ലെങ്ത് ഓഫ് മാച്ച് എന്ന് പറയുന്നത് എത്ര വരും, 5 വരും. ദെൻ നെക്സ്റ്റ് ഡി സെർച്ച് ചെയ്യും. ഡി സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ആർ എ ആർ ആർ എ, ഇവിടെ ഡി എന്ന് പറയുന്നതല്ല ആറാണ് ഉള്ളത്. സോ ഡി എന്ന് പറയുന്നത് മിസ് മാച്ച് ആയിരിക്കും. സോ കോഡ് വേർഡ് എന്ന് പറയുന്നത് ലാസ്റ്റ് സെർച്ച് ചെയ്ത വേർഡ് എന്ന് പറയുന്നത് എത്രയാണ്, സി ഓഫ് ഡി ആണ്. സോ ട്രിപ്ലേറ്റ് ഫോർമാറ്റ് എന്ന് പറയുന്നത് എങ്ങനെ വരും, 3 5 സി ഓഫ് ഡി. 3 എന്ന് പറയുന്നത് പോയിൻ്ററും ലുക്ക് അറ്റ് ബഫറും. ഈ പോയിൻ്റർ ഇവിടെ വരാൻ കാരണം ഇവിടം തൊട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാച്ച് ചെയ്യുന്നത്. സോ പോയിൻ്റർ ഇവിടെ വരും. സോ പോയിൻ്ററും ലുക്ക് അറ്റ് ബഫറും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3. ദെൻ എത്ര ബിറ്റ് മാച്ച് ചെയ്ത്, ലെങ്ത് ഓഫ് മാച്ച് എന്ന് പറയുന്നത് ആർ എ ആർ ആർ എ, കാരണം ഇവിടെ ലുക്ക് അറ്റ് ബഫർ നോക്കുക, ആർ എ ആർ ആർ എ, ഇത്രയും 5 ബിറ്റ് മാച്ച് ചെയ്യുന്നുണ്ട്. സോ ലെങ്ത് ഓഫ് മാച്ച് എന്ന് പറയുന്നത് 5 വരും. കോഡ് വേർഡ് എന്ന് പറയുന്നത് എന്ത് വരും, ഈ ഡി എന്ന് പറയുന്നത് മിസ് മാച്ച് വന്നു, അതായത് ലാസ്റ്റ് സെർച്ച് ചെയ്ത വേർഡ് എന്താണോ അതാണ് കോഡ് വേർഡ് എന്ന് പറയുന്നത്, സി ഓഫ് ഡി. സോ നമ്മൾ ഈ എല്ലാ വേർഡിനെയും എന്ത് ചെയ്തു, എല്ലാ ഡേറ്റനെയും നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞു, സെർച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്തു, എല്ലാ വേർഡിനെയും സെർച്ച് ചെയ്തു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾക്ക് ട്രിപ്ലറ്റ് ഫോർമാറ്റിലുള്ള കോഡിങ്ങും കിട്ടി. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് എങ്ങനെയാണ്, നമ്മൾക്ക് ആദ്യം തൊട്ട് ഫസ്റ്റ് തൊട്ട് നമ്മൾക്ക് ഓരോ ട്രിപ്ലറ്റ് ഫോർമാറ്റ് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. ആ ട്രിപ്ലറ്റ് ഫോർമാറ്റിനെ ഓർഡർ വൈസ് എഴുതുന്നതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഫസ്റ്റ് കിട്ടിയ ട്രിപ്ലറ്റ് ഫോർമാറ്റ് തൊട്ട് അവസാനത്തെ ട്രിപ്ലറ്റ് ഫോർമാറ്റ് വരെ എഴുതുന്നതാണ് ഇതിൻ്റെ എൻകോഡിങ് ഫോം എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ട്രിപ്ലറ്റ് ഫോർമാറ്റ് ഇതായിരുന്നു, സെക്കൻഡ് ട്രിപ്ലറ്റ് ഫോർമാറ്റ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, അങ്ങനെ 8 ട്രിപ്ലറ്റ് ഫോർമാറ്റ് വരെ നമുക്ക് കിട്ടിയായിരുന്നു. ഈ 8 ട്രിപ്ലറ്റ് ഫോർമാറ്റ്, ഈ കംപ്ലീറ്റ് ഇതിനെയാണ് നമ്മൾ അതിൻ്റെ ഫൈനൽ ആൻസർ, അതായത് ഈ ഒരു ബിറ്റ് എൻകോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് കിട്ടിയ എൻകോഡഡ് ഫോം ആണ് ഇതെന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദി ഫൈനൽ എൻകോഡിങ് ആൻസർ ഓഫ് ആൻസർ. ഓക്കെ.